സഹൃദയരെ, നാടകത്തിന്റെ സഞ്ചാരം എന്നും വർത്തമാനകാലത്തോടൊപ്പമാണ്. വെറുതെ സഞ്ചരിക്കുകയല്ല, സംവദിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അരങ്ങിന്റെ ഈ ചെറിയ ചതുരത്തിൽ ഇത്തിരി നേരം പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾക്കൊപ്പം നിങ്ങളും സഞ്ചരിക്കുക. മനുഷ്യന്റെ ധനത്തിനോടുള്ള ആർത്തിയാണ് ഈ നാടകത്തിന്റെ ഇതിവൃത്തം. അവിടെ രക്തബന്ധങ്ങൾക്കും കടപ്പാടുകൾക്കും പ്രസക്തിയില്ല. അധ്വാനിക്കാതെ സുഖസൗകര്യങ്ങൾ തേടാനുള്ള ത്വരയാണ് എല്ലാവർക്കും. ആ സ്വപ്നങ്ങൾ കണ്ട് കണ്ട് അവർ ജീവിക്കുന്നു. ഇന്നോ നാളെ തീരുമെന്ന് കരുതി വന്നതാ. ഇതിപ്പോ എത്ര നാളെ ഞാൻ ലീവ് എടുത്ത് നിൽക്കുന്നു. ഇനി നിന്നാ എനിക്കാകെ പ്രശ്നമാവും. സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അത് കഴിഞ്ഞു പോയാലാ. നീ ഒന്ന് അടങ്ങ് സുമേ, എന്തൊരു കഷ്ടോ ഇത്. ഒന്ന് പോ മനുഷ്യ. ആ പെട്ടിയിൽ എന്താന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പിടിയുണ്ടോ? നീതി കാക്കണ ഭൂതം പോലെ അങ്ങേരെ അവിടുന്ന് പോകണമില്ല. ജലജേ, നീ അവിടെ എന്തെടുക്കുക? ഈ ജലജേച്ചി എപ്പോ നോക്കിയാലും ഓൺലൈൻ കിട്ടുന്ന വാരി പൂശലാ പണി. നീ വളർക്ക, എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് കേട്ടോ. അറിയാലോ, ആ പെട്ടിയിൽ എന്തായാലും 1/3 അതെനിക്കുള്ളത്. 4/1. ഞാനെന്തോട് വെറുതെ വെയിലുള്ള നിക്കാ. പതുക്കെ, ആചാര്യം ജോസും വരുന്നുണ്ട്. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അദ്ദേഹം ഉഷാറായി വരുന്നുണ്ട്. നോക്കിക്കോ, വലിയ മാറ്റം കാണാം. ഞമ്മളോട് 1-2 വാക്ക് സംസാരിച്ചു. ഞങ്ങൾ ഒന്നിച്ച് 20-ാം വയസ്സിൽ പേർഷ്യയിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. ഒരുപാട് സഹായിച്ചിട്ടാണ് എന്നെ. ആ കടങ്ങളും കടപ്പാടുകളും ഞാൻ എങ്ങനെ വീട്ടും പഠിച്ചോനെ. വീട്ടാത്ത കടങ്ങളൊക്കെയും റബ്ബിനുള്ള ശേഷിപ്പുകളാണ്. അപ്പൂപ്പൻ വളരെ ഹാപ്പി ആയിരുന്നു. പേരെന്താ, എത്രാം ക്ലാസ്സിലാണെന്നൊക്കെ ചോദിച്ചു. ദേ നോക്ക്, അപ്പൂപ്പൻ ഞങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ തന്നു. എവിടെ നോക്കട്ടെ. എനിക്ക് തന്ന ഒരു കോയിൻ. ഇതിപ്പോ 2ാമത്തെ തവണയാ. വലിയ മനസ്സാണ് മൂപ്പരാന്റെ. പഠിച്ചോ ഹയറാക്കട്ടെ. എന്നാ പിന്നെ ഞാനാണ്ട് ഇറങ്ങട്ടെ. ജോസേ, ജോ വഴിക്കല്ലേ, എന്നാ അങ്ങോട്ട് പോരാ എൻ്റെ ഒപ്പം. മക്കളെ, അപ്പൂപ്പൻ നിങ്ങളോട് വലിയ സ്നേഹത്തിലായിരുന്നോ? അപ്പൂപ്പനോട് ചോദിക്കി, ആ പെട്ടി നമുക്കൊന്ന് തരുമോന്ന്. നോ, നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ സേവിങ്സ് അന്വേഷിക്കുന്നത്? We don't like it. ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത കുറെ സാധനങ്ങൾ. ന്യൂജൻ അത്രേ, ന്യൂജൻ. ഒരു വൈബില്ലാത്ത ഇനങ്ങള്. അതെ അതെ, നമുക്ക് അങ്ങേരെ ഉറങ്ങിയെടുക്കുമ്പോ പെട്ടി ഒന്ന് തുറക്കാൻ നോക്കിയാലോ? ഒന്ന് പോടി, ഓരോ ഐഡിയ ആയിട്ട് വന്നിരിക്കുന്നു. ഹോ, ഈ ഒടുക്കത്തെ കാത്തിരിപ്പ്. ഒന്നിരട്ടിക്കൂടെ, ഇന്നത് തുറന്നു നോക്കിയിട്ട് തന്നെ കാര്യം.
എന്താ എല്ലാവർക്കും ധൃതിയായോ? പഴുത്തില വീഴുമ്പോ പച്ചില ചിരിക്കും. നിങ്ങക്ക് എന്റെ ഈ ഗതി വരാതിരിക്കട്ടെ. ഇല്ല, നിങ്ങക്ക് ഈ ഗതി വരില്ല. ഈ കുട്ടിയോള് നന്മയുള്ളവരാ. തട്ടിപ്പറിക്കരുത്. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ദുരാഗ്രഹം ആപത്താണ്. सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं. ഗുഡ് മോർണിംഗ് അപ്പൂപ്പ. മുത്തശ്ശ മുത്തശ്ശ എനിക്ക് മുത്തശ്ശ മുത്തശ്ശ എനിക്ക്. അയ്യോ, മുത്തശ്ശൻ എന്ത് പറ്റി? എഴുന്നേൽക്കുന്നില്ലല്ലോ. മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശ. ആൾക്കാരെ കൂടി വാ 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 വാ, നമുക്ക് ആ പെട്ടി തുറക്കാം. നിന്റെ ഒരു പെട്ടി തുറക്കല് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോരെ എന്റെ സുമേ. ചേട്ടൻ ഇത് ഏത് ലോകത്താ? നിങ്ങൾ വാ, വേഗം വാ, അതിങ്ങ് എടുത്തോണ്ട് വരാം. എടാ ചെറുക്ക, ഒന്ന് വേഗം ആവട്ടെ. എന്റെ പടച്ചോനെ, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ കബറിടം വിശാലമാക്കി കൊടുക്കണേ എന്റെ റബ്ബേ. എന്നാ ഇതിനല്ലേ നിങ്ങൾ ഇവിടെ കണ്ട് കടിപിടി കൂടുന്നത്? എന്നാ പിടിച്ചോ, എന്നാ പിടിച്ചോ, എന്നാ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്തോ. പണിയെടുത്ത് ജീവിക്കണ മക്കളെ, പണിയെടുത്ത് ജീവിക്ക്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അങ്ങകലെ
മഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണപ്പോൾ ഇങ്ങിരുന്നാലും അറിയണുണ്ടേ. Judges, kindly note that was the performance which was just over was chess number 604. Thank you.